അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാവൽ നിൽക്കാൻ ബാലൻ. സർവായുധരായ ശത്രുക്കളുടെ സാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകാൻ മുന്നോട്ട് വന്ന ഒരു കുട്ടിയുടെ കഥ. ഉഹുദിന്റെ തലേന്നു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ മുഴുവൻ കാവലും 50 പേരിൽ ഏൽപ്പിച്ചു. അനന്തരം തനിക്ക് കാവൽ നിൽക്കാൻ ആരുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ഉടനെ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു. ഞാൻ നിങ്ങളുടെ പേര് സഖ്വാൻ. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കാൻ പറഞ്ഞു. ഇനി ആരെങ്കിലും കാവൽ നിൽക്കാനുണ്ടോ? ഞാൻ തയ്യാറാണെന്ന് മറ്റൊരു ഭാഗത്തു നിന്ന് മറുപടിയുണ്ടായി. നിങ്ങളുടെ പേരെന്താണ്? അബൂ സഊദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോടും ഇരിക്കാൻ പറഞ്ഞു. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവർത്തിച്ചു. അപ്പോൾ സദസ്സിൽ നിന്ന് മറ്റൊരാൾ പറയുന്നു, ഞാൻ കാവൽ നിൽക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു. പേര് ഇബ്നു അബ്ദുൽ ഖൈസ് എന്ന് അദ്ദേഹം പറഞ്ഞു. 3 പേരോടും സമീപത്തേക്ക് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു. വന്നത് ഒരാൾ മാത്രമായിരുന്നു. നിങ്ങൾ 3 പേരില്ലേ? 2 ആൾ എവിടെ പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, പ്രവാചകരെ, ആ 3 പ്രാവശ്യവും ഞാൻ തന്നെയാണ് എഴുന്നേറ്റു നിന്നത്. ആ 3ഉം ഓരോ നിലക്കുള്ള എന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തുഷ്ടനായി. അദ്ദേഹത്തിന് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും ആ ബാലൻ ഖൈമയുടെ സമീപത്ത് ഉറക്കമൊഴിച്ചു കാവൽ നിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.